ഉഷ്ണതരംഗത്തിലെ വിളനാശത്തിന് നഷ്ടപരിഹാരം, നെല്ലിന്റെ സംഭരണ വില നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുട്ടനാട്ടിലെ നെൽ കർഷകർ സമരത്തിലേക്ക്. വിളനാശത്തിന്റെ കണക്ക് തയ്യാറാക്കി അടിയന്തരമായി നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം. പരിപാടികൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. കടുത്ത വേനലിൽ വിളനാശം സംഭവിച്ച നെല്ല് മാന്നാർ കൃഷിഭവന് മുന്നിൽ വെച്ചുകൊണ്ടാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആദ്യ സമരം. ഉഷ്ണതരംഗം മൂലം നെല്ലിന്റെ ഉൽപ്പാദനം വൻതോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗുണനിലവാരം ചൂണ്ടിക്കാട്ടി ഈ നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ഉഷ്ണതരംഗം മൂലം നഷ്ടം സംഭവിച്ച പാവപ്പെട്ട കൃഷിക്കാർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകുകയും PRS നൽകിയ കർഷകന്റെ 10 ദിവസത്തിനകം പണം നൽകും എന്ന് പറഞ്ഞ നെല്ലിന്റെ വില സിവിൽ സപ്ലൈസ് നൽകും എന്ന് പറഞ്ഞത് നാളിതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അന്നേരം സമയബന്ധിതമായി കൃഷിനാശം സംഭവിച്ചവർക്ക്, ഉഷ്ണതരംഗം മൂലം കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ നടപടിയുണ്ടാകണം. മാർച്ച് 30 ശേഷം സംഭരിച്ച നെല്ലിന്റെ വില നൽകിയിട്ടില്ലെന്നും കർഷകർ പറയുന്നു. സംഭരണ വില എത്രയും വേഗം ലഭ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകാനാണ് കർഷകരുടെ തീരുമാനം. മാർച്ച് മാസം 31 തീയതി വരെ PRSന്റെ പേയ്മെന്റ് ഓർഡർ സാങ്ഷൻ ആയവർക്കും ഏപ്രിൽ മാസം പകുതി വരെ പേയ്മെന്റ് ഓർഡർ സാങ്ഷൻ ചെയ്തവർക്കും മാത്രമാണ് പൈസ കിട്ടിയത്. ഇനി ഏകദേശം 1000 കോടി രൂപയുടെ അടുത്ത് ഇവിടുത്തെ നെൽ കർഷകർക്ക് PRSന്റെ തുക കിട്ടാനുണ്ട്. അത് നൽകുന്നതും 28 രൂപ 20 പൈസ വെച്ച് മാത്രമാണ്. അതിൽ മിക്ക കർഷകർക്കും പണം കിട്ടിയ മിക്ക കർഷകർക്കും കൈകാര്യ ചെലവ് കിട്ടിയിട്ടില്ല 12 രൂപയെന്നുള്ളത്. ബാക്കി ഏകദേശം 1000 കോടി രൂപയുടെ അടുത്ത് നെൽ കർഷകർക്ക് പണം വിതരണം ചെയ്യാനുണ്ട്. നെല്ല് സംഭരണത്തിന്റെ കൈകാര്യ ചെലവ് കൃത്യമായി നൽകണമെന്നും തുക വർദ്ധിപ്പിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. റിപ്പോർട്ടർ, ആലപ്പുഴ.